എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 15-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് വഴി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ താഴെയായിട്ട് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ് 2024-25 ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു ജനറൽ കാറ്റഗറി, അതുപോലെ സർവീസ് കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് 600 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 300 രൂപയുമാണ് ഫീസ് വരിക. ഇനി ഏതൊക്കെയാണ് ഡിപ്ലോമ കോഴ്സുകൾ എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുപോലെ സർവീസ് കോട്ട കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം, അതുപോലെ ഫീ പേയ്മെൻറ്റ് എങ്ങനെ, ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ചലാൻ വഴി എങ്ങനെയാണ് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സൈഡിലായിട്ട് 3 ലൈൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കുന്നതിലും നല്ലത് നിങ്ങൾ അക്ഷയ വഴിയോ മറ്റോ അപേക്ഷിക്കുന്നതായിരിക്കും. കാരണം സ്കാൻ ചെയ്ത കോപ്പികളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതായത് NRI കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട, EWS, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ, അതായത് ജാതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അതായത് SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OEC, അതുപോലെ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു സ്പോർട്സ് കോട്ടയോ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഇതുപോലുള്ളതോ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്, അത് നിങ്ങൾക്ക് എന്ത് റിസർവേഷൻസ് ആണുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആദ്യമേ തയ്യാറാക്കി വെച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക. കാരണം അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഈ ഒരു സ്റ്റെപ്പുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ആദ്യം ആരംഭിക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ശേഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്പിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ എന്നിവ നൽകിയ ശേഷം ഇവിടെ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാം. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ചലാൻ വഴി, ഒന്ന് ബാങ്ക് വഴി ഓൺലൈൻ ത്രൂ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ചലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 600 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ബാങ്ക് വഴി ആണെങ്കിൽ 24 ഹവേഴ്സിന് ശേഷമായിരിക്കും ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത ശേഷം രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നത്. പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകളായിട്ടുള്ള, അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ സ്കാൻ ചെയ്തിട്ടുള്ള കോപ്പികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം വിദ്യാർത്ഥികളുടെ പിന്നീട് ഈ ഒരു നിങ്ങളുടെ ഡാറ്റാസ് വെരിഫിക്കേഷൻ ചെയ്യൽ, അതുപോലെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സൗകര്യം എന്നിവ ഉണ്ടായിരിക്കും. ഇപ്പോൾ നൽകുന്ന റിസർവേഷൻ മാത്രമേ പരിഗണിക്കുള്ളൂ. പിന്നീട് നൽകുന്ന റിസർവേഷൻസ് യാതൊരു കാരണവശാലും പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ആണുള്ളത്, അതായത് ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സുകളും നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു അപേക്ഷ നൽകും മുമ്പ് തയ്യാറാക്കി വെച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത കോപ്പിയാണ്. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എന്നുള്ള തെളിയിക്കാനായിട്ടുള്ള കേരളത്തിലെ പ്ലേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് അതിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി, അതായത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്കും ആണ് ഈ ഒരു ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/BC OBC മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ അവരുടെ ആ ഒരു നിങ്ങളുടെ പാരൻസിൻ്റെ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസിൽദാർ നൽകുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് റിസർവേഷൻസ് ആ ഒരു സീറ്റിലേക്ക് കൺസിഡർ ചെയ്യാനാണത്. അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു നിങ്ങൾ PD കോട്ടയിലാണ്, അതായത് പേഴ്സൺ
വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസർ നൽകിയിട്ടുള്ള 3 മാസം കാലാവധി കഴിയാതെ ആരും നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ഈ ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അതായത് അംഗവൈകല്യമുള്ളവർക്ക് മാത്രമാണ് അത് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ അതായത് ഗവൺമെൻറ് സർവീസസിലുള്ളവർക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. വാലിഡിറ്റി കഴിഞ്ഞ ഡോക്യുമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് അതായത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഈ ഒരു അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് ഏകദേശം 3 വർഷത്തോളമാണ് വാലിഡിറ്റി എന്നാണ് തോന്നുന്നത്. അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഏകദേശം 1 വർഷം വാലിഡിറ്റി ആണുള്ളത്. അതുപോലെ നോ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയാലും 1 വർഷം വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയും കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് വാലിഡിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വാലിഡിറ്റി കഴിയാത്ത ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുപോലെ അഫിഡവിറ്റ് അതുപോലെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ളവയുടെ എംബസി അറ്റസ്റ്റഡ് കോപ്പീസും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിസർവേഷൻസ് ഒക്കെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിസർവേഷൻസ് ഉണ്ട് എങ്കിലും അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അഡ്മിഷനല്ല ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു അപേക്ഷയാണ്. അപ്പോൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെച്ച് അതിനുശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക. കാരണം ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ മാത്രമാണ് നിങ്ങളുടെ റിസർവേഷനായിട്ട് പരിഗണിക്കുള്ളൂ. പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പിന്നീട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഒരു DPharm കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് DMLT അതുപോലെ തന്നെ അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ അതായത് DHI അതുപോലെ തന്നെ ഈ ഒരു DRT അതായത് ഈ ഒരു റേഡിയോ ഡയഗ്നോസിസ് റേഡിയോ തെറാപ്പി ടെക്നോളജി റേഡിയോളജിക്കൽ ടെക്നോളജി അതായത് DRT അതുപോലെ ഒഫ്താൽമിക് അസിസ്റ്റൻറ്റ് DOA ഡെൻ്റൽ മെക്കാനിക്സ് DMC അതുപോലെ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് DHC അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി DOTAT അതുപോലെ ഡിപ്ലോമ ഇൻ കാർഡിയോവസ്കുലർ ടെക്നോളജി DCVT ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി DNT അതുപോലെ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി DDT അതുപോലെ ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി DET അതുപോലെ ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻറ്റ് അതായത് DORA അതുപോലെ ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി അതായത് DREST എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കോഡ് വരുന്നത്. അതുപോലെ ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി കോഴ്സസ് അതായത് DCSST എന്നിങ്ങനെയൊക്കെയുള്ള കോഴ്സുകളാണ് വരുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ നൽകുന്ന ഡീറ്റെയിൽസുകൾ കൃത്യമാണ് തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ താല്പര്യമുള്ള കോഴ്സുകളൊക്കെ നൽകാനായിട്ട് അതായത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷനാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും അതിനുശേഷം ഇത് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആദ്യം റിസർവേഷൻസ് എന്തൊക്കെയാണുള്ളത് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകുക. കാരണം അപേക്ഷ നൽകുന്ന സമയത്ത് തെറ്റിപ്പോവരുത്. അതുപോലെ ഇപ്പോൾ നൽകുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ കൺസിഡർ ചെയ്താണ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുക. പിന്നീട് റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ DPharm കോഴ്സ് എന്ന് പറയുന്നത് ഫാർമസി കോഴ്സിൻ്റെ ഒരു താഴെ വരുന്ന ഒരു കോഴ്സാണ് DPharm എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ്. ഇത് പഠിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BPharm കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു താല്പര്യമുള്ള അതായത് ഈ ഒരു വിദ്യാർത്ഥികൾ ഫാർമസി കോഴ്സിലേക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സിറ്റ് എക്സാം ഉണ്ടാവും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പുകളിലും മറ്റും ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BPharm അല്ല DPharm അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ അത് ഗവൺമെൻറ് ഫീൽഡിലാണ് അതിൻ്റെ ആ ഒരു ഒഴിവുകളും വേക്കൻസിയൊക്കെ വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കോഴ്സ് നിങ്ങൾ ഓപ്ഷനായിട്ട് നൽകുന്നതിന് മുമ്പായിട്ടും പ്രത്യേകിച്ച് ആ ഒരു കോഴ്സിൻ്റെ
പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ജോലി കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബും ഗൂഗിളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും അവർ എടുക്കുന്ന കോഴ്സ് കൊണ്ട് എന്ത് ഉപകാരമാണ് ഉള്ളത്, അതായത് പഠിച്ചു കഴിഞ്ഞ ശേഷം എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിലും ആ ഒരു കോഴ്സ് പഠിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ജോബാണ് അത് പഠിച്ചത് കൊണ്ട് കിട്ടുക, അതുപോലെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അത് നിങ്ങൾക്കൊരു പ്രയോജനപ്രദമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് ഇനി വെക്കാനായിട്ട് കുറേ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കോഴ്സും നിങ്ങൾക്ക് പഠിച്ചാൽ എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒക്ടോബർ 15 വരെ ഓപ്ഷനല്ല ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾ LBSൻ്റെ നഴ്സിംഗിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.